ചാനലിൽ പ്രസിദ്ധീകരിച്ച ഒരു ലവ് ജിഹാദ് കേസ്, ഐഷ എന്ന് പറയുന്ന പേരിലേക്ക് മാറ്റപ്പെട്ട ഒരു ഹിന്ദു പെൺകുട്ടിയുടെ കഥ പറഞ്ഞത് കേരളം ഞെട്ടിയില്ല. കേരളത്തിലെ അധികൃതരാരും ഉണർന്നില്ല. കൃത്യമായ മതം മാറ്റലും ലൈംഗിക ചൂഷണവും പിന്നീട് ഉപേക്ഷിക്കലും ഒക്കെയാണ് ആ കേസിൽ നടന്നത്. പക്ഷേ കേരളം ചർച്ച ചെയ്യുന്നേയില്ല. പകരം ഹാരിഫ് ഹുസൈൻ്റെ തെറി പറയുകയാണ്. ഹാരിഫ് ഹുസൈൻ വ്യാജ വാർത്ത ഉണ്ടാക്കിയതാണ്, അതുകൊണ്ട് ഹാരിഫ് ഹുസൈനെ പിടിച്ച് ജയിലിലിടണം, ഇയാൾ വലിയ തോതിൽ വർഗീയ വിദ്വേഷം വമിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള നറേറ്റീവ്സാണ് സോഷ്യൽ മീഡിയയിൽ നിറയെ കാണുന്നത്. അത് സ്വാഭാവികമാണ്, കേരളം അങ്ങനെയാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം ഒരു സംഭവം ഉണ്ടായി. 370 രൂപ കൊടുത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു ചെറുപ്പക്കാരൻ ബിരിയാണി വാങ്ങിക്കൊടുത്തു. 370 രൂപയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു, വിശക്കുന്ന ഒരാൾക്ക് ഭക്ഷണം വാങ്ങി കൊടുത്തു എന്ന് പറഞ്ഞാൽ അതൊരു പുണ്യപ്രവൃത്തിയായി നമ്മൾ കരുതും. പക്ഷേ ഈ ചെറുപ്പക്കാരൻ അങ്ങനെ തീരുമാനിച്ചില്ല. അയാൾക്ക് 370 രൂപ മുതലാക്കണം. അതിന് അയാൾ എന്ത് ചെയ്തു? ആ പെൺകുട്ടിയെ നിർബന്ധിച്ച് ആ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു. ഇതൊരു വാർത്തയാണോ എന്ന് ചോദിച്ചാൽ ഇത്തരം സംഭവങ്ങൾ എന്തും നടക്കുന്നുണ്ട്, വാർത്ത അല്ല എന്ന് തോന്നാം. പക്ഷേ ഇത് അങ്ങനെയല്ല. ഇതൊരു സാമൂഹ്യ മാധ്യമത്തിൽ ലൈവായി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ പീഡനം നടത്തിയ ചെറുപ്പക്കാരൻ പറഞ്ഞതാണ്. നമ്മളറിയാം, സ്റ്റാൻഡപ്പ് കോമഡി ഷോയൊക്കെ വളരെ വൈറലാണ്. അങ്ങനെ വളരെ വൈറലായിട്ടുള്ള ബിഗ് ബോസ് താരമൊക്കെയായ പ്രണീത് മോറ ഗുരുഗ്രാമിൽ വെച്ചൊരു ലൈവ് ഷോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വെബ് ഡെവലപ്പർ, അതായത് IT പ്രൊഫഷണലായ ഒരു ചെറുപ്പക്കാരൻ ഹിമാൻഷു ജാംഗ്ര എന്നാണ്, 23 വയസ്സേ ഉള്ളൂ. ഇവൻ എണീറ്റ് നിന്നിട്ട് ഈ സ്റ്റാൻഡപ്പ് കൊമേഡിയനുമായ പ്രണീത് മോറയുമായിട്ടുള്ള ഇൻട്രാക്ഷൻ്റെ സമയത്ത് ക്രൗഡ് വർക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ക്രൗഡ് വർക്ക് നടക്കുമ്പോൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ എണീറ്റ് നിന്നിട്ട് പറയുന്നു, ഞാനേ ഒരു പെൺകുട്ടിക്ക് 370 രൂപ കൊടുത്തൊരു ബിരിയാണി വാങ്ങിച്ചു കൊടുത്തു. 370 രൂപ കൊടുത്തു, എനിക്കത് മുതലാക്കണ്ടേ? ഞാനപ്പോൾ എന്ത് ചെയ്തു? അവളെ ആളൊഴിഞ്ഞൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി, അവളെ ബലമായി ചുംബിച്ചു, എന്നിട്ട് അവളുടെ വസ്ത്രത്തിനുള്ളിൽ കൈയിട്ടു. അവളൊന്നും സമ്മതിച്ചില്ല. അപ്പോൾ എനിക്ക് ഒരു 180 രൂപ മുതലായി, ബാക്കി മുതലായില്ല എന്ന് ഇയാൾ മൈക്കെടുത്ത് വെച്ച് പ്രണീത് മോറ എന്ന് പറയുന്ന ആങ്കറിനോട്, അല്ലെങ്കിൽ ഷോ നടത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയനോട് പറയുന്നു. ഇത് ലൈവായിട്ട് ഷൂട്ട് ചെയ്യുന്നു, ലൈവായിട്ട് എയർ ചെയ്തു പോകുന്നു. ഇത് കേട്ടിട്ട് ഈ പ്രണീത് മോറ ചിരിക്കുന്നു, അവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ചിരിക്കുന്നു. പ്രണീത് മോറ പറയുകയാണ്, ഈ ഷോ നടത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഷോ ഗംഭീരമാക്കി, അതുകൊണ്ട് നിങ്ങൾക്കിതാ 5000 രൂപ സമ്മാനം. പണ്ട് സുരേഷ് ഗോപി കോൻ ബനേഗ ക്രോർപ്രതിയുടെ മലയാളം വെർഷനായ കോടീശ്വരൻ പരിപാടിയിൽ ആളുകൾക്ക് കാറൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ ഇത്തരം അശ്ലീലമായ, കുറ്റകരമായ, ബലാത്സംഗത്തിന് തുല്യമായ ഒരു കൃത്യം നടത്തി എന്ന് അഭിമാനത്തോടെ എണീറ്റ് നിന്ന് പറഞ്ഞ ഒരു ക്രിമിനലിനെ കൈയടിച്ച് ചിരിച്ച് പ്രോത്സാഹിപ്പിച്ചു ജനക്കൂട്ടം. ആ ഷോയിൽ പങ്കെടുത്തവരെല്ലാം ചിരിച്ചു. ആലോചിച്ച് നോക്കണം, ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചു, 370 രൂപ കൊടുത്ത് ബിരിയാണി വാങ്ങിക്കൊടുത്തു, വിശന്നപ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തതിന് പകരമായി അവളെ സെക്ഷുവലി അബ്യൂസ് ചെയ്തു എന്ന് പരസ്യമായി ഒരുത്തൻ പറയുമ്പോൾ അവൻ്റെ കരണത്തടിക്കുന്നതിന് പകരം അവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. അവന് ഷോ വിജയിപ്പിച്ചതിന് പ്രണീത് മോറ എന്ന് പറയുന്ന ഇയാൾ 5000 രൂപ സമ്മാനവും കൊടുക്കുന്നു. എങ്ങനെയുണ്ട്? നമ്മുടെ രാജ്യത്ത് നടന്നതാണ്. പക്ഷേ ഇത് കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മാധ്യമങ്ങൾ അറിഞ്ഞിട്ടില്ല, മലയാളത്തിൽ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ മഹാരാഷ്ട്ര പോലീസ് വെറുതെ വിടാൻ തീരുമാനിച്ചില്ല. കാരണം അവിടെ ഭരിക്കുന്നത് BJP സർക്കാരാണല്ലോ. അവർ ഉടൻ നടപടിയെടുത്തു എന്ന് പറഞ്ഞാൽ ഇയാൾക്കെതിരെ സൈബർ കേസെടുത്തു. ഹിമാൻഷു ജാംഗ്ര എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരനെതിരെയും പ്രണീത് മോറ എന്ന് പറയുന്ന ഈ ആങ്കർ, അല്ലെങ്കിൽ സ്റ്റാൻഡപ്പ് കോമഡി ഷോ നടത്തിയ ആൾക്കെതിരെയും കേസെടുത്തു മാത്രമല്ല, ഹിമാൻഷു ജാംഗ്ര എന്ന് പറയുന്ന ഇവൻ ജോലി ചെയ്യുന്ന സ്ഥാപനം, IT കമ്പനി ഇവനെ പിരിച്ചുവിട്ടു. തീർന്നില്ല, ദേശീയ വനിതാ കമ്മീഷൻ ഇവനെതിരെ നടപടിയെടുത്തു. വളരെ വിശദമായ അന്വേഷണം നടത്താൻ പറഞ്ഞു. ഈ കേസിലെ ഇരയെ കണ്ടെത്തണം, ഇവനെ നിയമാനുസൃതം കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന് ഉത്തരവിട്ടു. ഇത്രയും നടപടികൾ ഒറ്റ ദിവസം കൊണ്ട് നടന്നു. നോക്കൂ, നമ്മുടെ നാട്ടിലെ അവസ്ഥയാണ്. കേരളത്തിൽ ഒരു പെൺകുട്ടി താൻ തൊഴിലെടുക്കുന്ന സ്ഥലത്തെ ആളുകൾ പ്രത്യേക മതതാൽപര്യത്തോടെ തൻ്റെ മതം മാറ്റാൻ പ്രേരിപ്പിച്ചു. എന്നിട്ട് സത്യസരണിയിൽ പോയി മതം മാറുന്നു. അവിടെ ചെന്നിട്ട് ഈ കൂടെ ജോലി ചെയ്തിരുന്നവരെ കല്യാണം കഴിക്കുന്നു. അവർ വളരെ മോശമായി പെരുമാറുമ്പോൾ ആത്മഹത്യക്ക് ശ്രമിക്കുന്നു.
ആത്മഹത്യയ്ക്ക് ശ്രമിച്ച് ആശുപത്രിയിലെത്തുമ്പോൾ മകൻ്റെ പേര് പറയരുതെന്ന് അമ്മായിയച്ഛൻ ആവശ്യപ്പെടുന്നു. അമ്മായിയച്ഛൻ ആവശ്യപ്പെട്ട പ്രകാരം പോലീസിൽ മൊഴി കൊടുക്കാതിരുന്ന പെൺകുട്ടിയെ കൊണ്ട് ഒരു വീട്ടിൽ ഉപേക്ഷിക്കുന്നു. അവൾക്ക് മനോനില തെറ്റുന്നു. അവളെ എന്നിട്ട് യത്തീംഖാനയിലാക്കാൻ പോകുന്നു. ഇവളിത് ഫോൺ വിളിച്ച് കോയാ കോളിംഗ് എന്ന പരിപാടിയിലൂടെ ആരിഫ് ഹുസൈനോട് പറയുന്നു. കേരളം ഞെട്ടുന്നില്ല. പക്ഷേ ഒരു സ്റ്റാൻഡപ്പ് കോമഡി ഷോയിൽ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിലെ പോലീസ് തടകുടഞ്ഞെണീറ്റു, നടപടിയെടുത്തു. അവസാനം പ്രണീത് മോറെ എന്ന് പറയുന്ന ആൾക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ ഫോളോവേഴ്സുള്ള അയാളുടെ ഇൻസ്റ്റാഗ്രാം അയാൾ ഡിലീറ്റ് ചെയ്തു. അയാൾ പരസ്യമായി മാപ്പ് പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഈ യുവാവിനോട് എതിർത്ത് പറയേണ്ടതായിരുന്നു, ഞാൻ അങ്ങനെ ചെയ്തില്ല, അതെൻ്റെ തെറ്റാണെന്ന് പറയുന്നു. അതിനിടയ്ക്ക് ഒരു വാർത്ത വന്നു, സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിയിൽ നിന്നാണ് ഈ ബിരിയാണി വാങ്ങിക്കൊടുത്തത് എന്ന തരത്തിലുള്ള ഒരു വ്യാജ പ്രചാരണം ഉണ്ടായി. സൊമാറ്റോക്കാർ ഉടനെ രംഗത്ത് വന്നു. ബിരിയാണി എന്ന് പറഞ്ഞാൽ അത്താഴമാണ്, സമ്മതമല്ല, ബിരിയാണി ഈസ് നോട്ട് കൺസെൻറ്റ് എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ഹാഷ്ടാഗുകളും ക്യാമ്പയിനുകളും സോഷ്യൽ മീഡിയയിൽ നടക്കുന്നു. അപ്പം നോക്കൂ, രണ്ട് സംസ്ഥാനങ്ങളിൽ സമാനമായ, ഏതാണ്ടൊക്കെ സമാനമായ, എല്ലാത്തിനകത്തും ലൈംഗിക ചൂഷണമുണ്ട്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ചില ആളുകൾക്ക് ഭക്ഷണത്തിന് വേണ്ടി ഒരുവൻ്റെ നേരെ കൈ നീട്ടേണ്ടി വരുന്നു. അല്ലെങ്കിൽ മനോനിലയ്ക്ക് എന്തെങ്കിലും ഭംഗമുണ്ടായവർക്ക് മനഃശാന്തിക്ക് വേണ്ടി മറ്റൊരു മതത്തിലേക്ക് മാറേണ്ടി വരുന്നു. ആ പെൺകുട്ടി പറയുന്നുണ്ട്, ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു, മുസ്ലിം ചെറുപ്പക്കാരനെ പ്രേമിച്ചു, ഞാൻ മതം മാറാൻ സ്വമേധയാണ് പോയത്. ഇപ്പോൾ അതേ പിടിക്കുകയാണ്. സ്വമേധയല്ലേ അവൾ പോയത്? അവളെ ആരും നിർബന്ധിച്ചില്ലല്ലോ. ശരിയാണ്, സ്വമേധയാണ് പോണത്. എന്തുകൊണ്ടാണ് അവിടെ പോയത്? അവൾ പോയത്, ഐഷ അവിടെ പോയത്, അങ്ങനെ കല്യാണം കഴിച്ചാലേ എന്നെ വരൻ്റെ വീട്ടുകാർ സ്വീകരിക്കൂ. കല്യാണം കഴിച്ചിട്ട് വീട്ടിൽ കയറാൻ പറ്റാതെ ജീവിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അവൾ മതം മാറി. സമ്മർദ്ദമുണ്ട്, ഇൻഡയറക്റ്റായിട്ട് സമ്മർദ്ദമുണ്ട്. നടപടിയില്ല, കേരളം ചർച്ച ചെയ്യുന്നില്ല. എന്നിട്ട് ഇത്തരം വിവരങ്ങൾ പുറത്തു കൊണ്ടുവരുവാൻ മാധ്യമമായി പ്രവർത്തിച്ച ആരിഫ് ഹുസൈനെ ക്രൂശിക്കണമെന്ന് പറയുന്നു. ഏതായാലും 370 രൂപ ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആലോചിക്കണം, ഏതെല്ലാം തരത്തിലാണ് നമ്മുടെ പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ആളുകൾ ശ്രമിക്കുന്നത്. അതിനെ സമൂഹം എങ്ങനെ കാണുന്നു? ഇവിടെ ഹിന്ദു പെൺകുട്ടിയാണ് ലവ് ജിഹാദ് എന്ന് ആരോപിക്കപ്പെടാവുന്ന ഒരു സംഭവത്തിൻ്റെ ഇരയായി അവളത് പരസ്യമായി പറയുന്നു. സമൂഹം മൗനത്തിലാണ്. അവിടെ ക്യാമറയ്ക്ക് മുന്നിൽ ഈ ചെറുപ്പക്കാരൻ വന്നിട്ട് ഞാൻ 370 രൂപ മുടക്കിയതുകൊണ്ട് എനിക്കത് മുതലാക്കാൻ, ഞാൻ അവളെ സെക്ഷലി അബ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പറയുന്നു. എന്നിട്ട് എനിക്ക് പകുതി കാശേ മുതലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് കേട്ട് ആളുകൾ കൈയടിക്കുന്നു, ആങ്കർ കൈയടിക്കുന്നു. പക്ഷേ പോലീസിന് അത് കൈയടിക്കേണ്ട കാര്യമല്ല, അവനെ അടിച്ച് പൊടിയാക്കേണ്ട കാര്യമാണെന്ന് മഹാരാഷ്ട്ര പോലീസിന് തോന്നുന്നു. കേസെടുക്കുന്നു, ബാക്കി നടപടികൾ നീക്കുന്നു. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് ഇന്നത്തെ സമൂഹത്തിൽ എന്താ സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഹിന്ദു സമുദായത്തിൽപ്പെട്ട അല്ലെങ്കിൽ ക്രൈസ്തവ സമുദായത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് വല്ലാത്ത ഒരു അരക്ഷിതാവസ്ഥയുണ്ട്. നമ്മുടെ ഐഷ എന്ന് പറഞ്ഞ പെൺകുട്ടി ആരിഫ് ഹുസൈനോട് പറഞ്ഞതുപോലെ ഒരുപാട് ആളുകൾ സത്യസരണയിൽ വന്നിരിക്കുകയാണ്. അവരിൽ മഹാഭൂരിപക്ഷവും മതം മാറാൻ വന്നിരിക്കുന്നത് മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നു. അത് കേരളത്തിലെ സിനാറിയോ. മധ്യപ്രദേശിലെ സിനാറിയോ, ഭക്ഷണം വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 370 രൂപയുടെ ഒരു ബിരിയാണി വാങ്ങിക്കൊടുത്തതിൻ്റെ പേരിൽ സെക്ഷലി അബ്യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ക്യാമറയ്ക്ക് മുന്നിൽ ലോകത്തോട് പറയാൻ മാത്രമുള്ള തൻ്റെ ഇടം, അതൊരു കേമത്തമാണെന്ന് കരുതുന്ന പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു സംഗതി കൂടി ഇതിനകത്തുണ്ട്. ഏതായാലും വല്ലാത്ത അപകടകരമായ, വല്ലാത്ത അപമാനകരമായ കാര്യങ്ങളാണ് ഈ സമീപ ദിവസം ഉണ്ടായ രണ്ട് വാർത്തകൾ. പക്ഷേ മഹാരാഷ്ട്ര പോലീസ് വളരെ കൃത്യമായ നടപടിയെടുക്കുന്നു. ഈ 370 രൂപ മുതലാക്കാൻ ശ്രമിച്ചവൻ്റെ പണി പോയിട്ടുണ്ട്. അവൻ കേസിൽ പ്രതിയായി ജയിലിൽ പോകുന്ന അവസ്ഥയുണ്ട്. ഈ ഷോ നടത്തിയ പ്രണീത് മോറയ്ക്കും തൻ്റെ ഇതുവരെയുള്ള ജനപ്രിയത ആകെ നഷ്ടപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഇത് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്നുകൂടി നിങ്ങളൊക്കെ അറിയണം. അതിനു വേണ്ടിയിട്ടാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഏതായാലും ഇത്തരം വാർത്തകൾ മറ്റു മാധ്യമങ്ങൾ പറയാതിരിക്കുമ്പോൾ ഞങ്ങളുണ്ട് ഇതൊക്കെ പറയാൻ. ഞങ്ങളുടെ കൂടെ സഞ്ചരിക്കുക. ഇന്ത്യ ലൈവ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ഇപ്പോൾ തന്നെ അത് ചെയ്യുക.